വോട്ടെടുപ്പ് ദിനത്തിൽ വീണ്ടും EP ബോംബ്. ബിഗ് എക്സ്ക്ലൂസീവ്. ഉപതെരഞ്ഞെടുപ്പ് ദിനത്തിൽ CPIM-നെയും ഇടതുമുന്നണിയെയും പിടിച്ചുലച്ച് EP ജയരാജന്റെ ആത്മകഥാ വിവാദം. പാർട്ടിയും സർക്കാരും തെറ്റുകൾ തിരുത്തണമെന്ന് കട്ടൻ ചായയും പരിപ്പുവടയും ഒരു കമ്മ്യൂണിസ്റ്റിന്റെ ജീവിതം എന്ന ആത്മകഥയിൽ പറയുന്നു. പുസ്തകത്തിലെ വിശദാംശങ്ങൾ പുറത്തുവിട്ടത് 24 ആണ്. കട്ടൻ ചായയും പരിപ്പുവടയും ഒരു കമ്മ്യൂണിസ്റ്റിന്റെ ജീവിതം എന്ന പുസ്തകത്തിന്റെ കവർ ചിത്രം ഉൾപ്പെടെയാണ് 24 പുറത്തുവിട്ടത്. CPM-നുള്ളിലും പുറത്തും തനിക്ക് നേരെ ഉയർന്ന ആരോപണങ്ങൾക്കും വിമർശനങ്ങൾക്കും EP ജയരാജൻ പുസ്തകത്തിൽ മറുപടി നൽകുന്നു. രണ്ടാം പിണറായി സർക്കാരിന്റെ പ്രവർത്തനത്തെ വിമർശിക്കുന്ന EP ജയരാജൻ CPIM ജനങ്ങളിൽ നിന്ന് അകന്നെന്നും തുറന്നടിക്കുകയാണ്. CPM-നുള്ളിൽ സ്വയം തിരുത്തൽ അനിവാര്യം. ഒന്നാം പിണറായി സർക്കാരിൽ ബന്ധുനിയമനത്തിന്റെ പേരിൽ താൻ വേട്ടയാടപ്പെട്ടു. എന്നാൽ പാർട്ടി മാധ്യമങ്ങൾ പോലും നിസ്സംഗത പാലിച്ചു. മന്ത്രിസ്ഥാനത്ത് തിരികെ എത്തില്ലെന്ന് പലരും കരുതിയെന്നും EP. ദേശാഭിമാനിക്ക് വേണ്ടി സാന്റിയാഗോ മാർട്ടിനിൽ നിന്ന് സംഭാവന സ്വീകരിച്ചത് CPM നേതൃത്വത്തെ അറിയിച്ച ശേഷമാണ്. എന്നാൽ VS അച്യുതാനന്ദൻ ഉൾപ്പെടെ ഇത് തനിക്കെതിരെയുള്ള ആയുധമാക്കി. പാർട്ടി കമ്മിറ്റിയിൽ വൈദേകവുമായി ബന്ധപ്പെട്ട P ജയരാജന്റെ വിമർശനം വളച്ചൊടിച്ച് പുറത്തുവിട്ടത് ആരാണെന്ന് തനിക്കറിയാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പാർട്ടി സ്ഥാനാർത്ഥി നിർണയം പാളിയെന്നും കുറ്റപ്പെടുത്തൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ CPM-നുള്ളിലും സംസ്ഥാന രാഷ്ട്രീയത്തിലും ഏറെ കോളിളക്കമുണ്ടാക്കിയ BJP ബാന്ധവ ആരോപണത്തിലും EP ജയരാജൻ നിലപാട് വ്യക്തമാക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് ദിവസം പ്രകാശ് ജാവദേക്കറെ കണ്ടെന്ന് തുറന്നു പറഞ്ഞത് പാർട്ടിയെ പ്രതിരോധത്തിലാക്കാതിരിക്കാൻ. എന്നാൽ പാർട്ടി തന്നെ മനസ്സിലാക്കിയില്ലെന്നാണ് EP-യുടെ പരിഭവം. 3 ഉപതെരഞ്ഞെടുപ്പും പാർട്ടിയും എന്ന അധ്യായത്തിൽ പറയുന്നുണ്ട്. പരാമർശങ്ങൾ വിവാദമായേക്കാമെന്നും അധ്യായത്തിന്റെ തുടക്കത്തിൽ പറയുന്നു. ഡോക്ടർ P സരിന് അവസരവാദ രാഷ്ട്രീയമെന്നും PV അൻവർ വയ്യാവേലിയെന്നും EP ജയരാജൻ തുറന്നു വിമർശിക്കുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ദിവസത്തിലാണ് പ്രകാശ് ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ച് EP ജയരാജൻ തുറന്നു പറഞ്ഞത്. ഇന്ന് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം അക്കാര്യത്തിലുള്ള വിശദീകരണവും ആത്മകഥയിലൂടെ EP തുറന്നു പറയുകയാണ്. എന്തായാലും EP-യുടെ പുസ്തകം രാഷ്ട്രീയ കേരളത്തിൽ വലിയ ചർച്ചയാകുമെന്നുറപ്പ്. കോട്ടയത്ത് നിന്ന് അരുൺ നീണ്ടൂരിനൊപ്പം ടോബി ജോൺസൺ, 24.